6ാം ക്ലാസ്സിൽ വെച്ച് പരിണാമ സിദ്ധാന്തവും മറ്റ് സൈദ്ധാന്തിക തിയറികളുമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ, ബയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചു ലൊറൻസോ ഒരു തികഞ്ഞ യുക്തിവാദിയായിട്ട് മാറി. യുക്തിവാദ സംഘടനകളുമായി അവൻ പരിചയപ്പെട്ടു. യുക്തിവാദ പ്രചാരകനായിട്ട് അവൻ 12ാമത്തെ വയസ്സിൽ തന്നെ പരിസരത്തെല്ലാം അറിയപ്പെട്ടു. കൂട്ടുകാരോടൊക്കെ അവൻ തൻ്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ദൈവം ഇല്ല എന്നും അത് വെറും സങ്കല്പ കഥയാണെന്നും സ്ഥാപിക്കാനായിട്ട് അവൻ ശ്രമിച്ചു. അവൻ്റെ ക്ലാസ്സിലുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് കാർലോ അക്യൂട്ടീസ് എന്നായിരുന്നു. അവർ രണ്ടുപേരും പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ടായിരുന്നു. ഈ കാർലോയുടെ വിചിത്രമായിട്ടുള്ള ജീവിത രീതികളെക്കുറിച്ച് മനസ്സിലാക്കിയ അവൻ കാർലോയോട് പറഞ്ഞു, കാർലോ, നിൻ്റെ ഈ മതപരമായ ചിന്തകളെല്ലാം വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. അത് കുറേ കഴിയുമ്പോൾ, നീ വളർന്നു കഴിയുമ്പോൾ, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, നീ സയൻസ് പഠിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം മാറിക്കൊള്ളും. സയൻസാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യകളാണ്. കാർലോ പുഞ്ചിരിച്ചുകൊണ്ട് ലോറൻസോട് പറഞ്ഞു, ലോറൻസോ, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാനാവാത്ത, നമ്മുടെ ബുദ്ധി കൊണ്ട് വിശദീകരിക്കാൻ സാധ്യമല്ലാത്ത ഒത്തിരിയേറെ സത്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഉദാഹരണത്തിന് സത്യം, സ്നേഹം, വിശ്വാസം, ഇതൊക്കെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താനോ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാനോ യുക്തി കൊണ്ട് വിവരിക്കാനോ സാധ്യമല്ലാത്ത ഒന്നാണ്. ദൈവവും ദൈവവിശ്വാസവും അത് അനുഭവത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ കാർലോയുടെ ഇത്തരത്തിലുള്ള വാദഗതികളെയൊക്കെ പുച്ഛത്തോടെയാണ് ലോറൻസോ നോക്കിക്കണ്ടത്. അവർ ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു. വർഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി രണ്ടുപേരും 10ാം ക്ലാസ്സിലെത്തി. അങ്ങനെ 2006 ഒക്ടോബർ 9 ലോറൻസ് അതീവ ദുഃഖത്തോടെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ കാർലോ അക്യൂട്ടീസിനെ കാണുവാനായിട്ട് ആശുപത്രിയിൽ ചെല്ലുകയാണ്. അവന് ലുക്കേമിയ ബാധിച്ചിരിക്കുന്നുവെന്ന് എല്ലാവരെയും പോലെ തന്നെ ലോറൻസോയും അറിഞ്ഞു. അങ്ങനെ തൻ്റെ സുഹൃത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ അവനെ ഒന്ന് കാണുവാനായിട്ട്, ആശുപത്രിയിലായിരിക്കുന്ന അവസ്ഥയിൽ കാണുവാനായിട്ട് ചെന്നതായിരുന്നു. അപ്പോഴും ലോറൻസോ കാർലോയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതായത്, എടാ കാർലോ, ഇനിയെങ്കിലും നിൻ്റെ ഈ ബുദ്ധിക്ക് നിരക്കാത്ത ചിന്തകളും വിശ്വാസമൊക്കെ വിട്. നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ശരിക്കും യഥാർത്ഥത്തിൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ പരീക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ നിന്നെ ഈ അസുഖത്തിൽ നിന്ന് ആ ദൈവം ഭേദപ്പെടുത്തുകയില്ലേ? നീ എന്തിനാണ് നിൻ്റെ ഈ വിലയേറിയ സമയമെല്ലാം വെറും മിഥ്യാസങ്കല്പങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് നിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. നീ യൂക്കറിസ്റ്റിക് മിറക്കിൾസ്, അതായത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വെബ്സൈറ്റ് എല്ലാം ഉണ്ടാക്കിയത്